വിദ്യാർത്ഥികൾ കാലത്തിന്റെ ശബ്ദമായി മാറണം. ബിനോയ് വിശ്വം. പട്ടാമ്പി ഇന്ത്യൻ ചരിത്രത്തിന്റെ ബഹുസ്വരതയോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ വിദ്യാർത്ഥികൾ കാലത്തിന്റെ ശബ്ദമായി മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പട്ടാമ്പിയിൽ AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാനം രാജേന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തെവിടെയും നടക്കുന്ന അനീതിക്കും ജനാധിപത്യ ധ്വംസനങ്ങൾക്കുമെതിരെ AISFന്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ പ്രതികരിക്കണം. വിയറ്റ്നാം അധിനിവേശ കാലത്ത് ഇന്ത്യൻ തെരുവുകളിൽ ഉയർത്തിയ മേരാ നാം വിയറ്റ്നാം തേരാ നാം വിയറ്റ്നാം എന്ന മുദ്രാവാക്യം ലോകമെങ്ങുമുള്ള മനുഷ്യസ്നേഹികൾ ഏറ്റെടുത്തിരുന്നു. ദേശീയ സാർവദേശീയ പ്രശ്നങ്ങളിൽ ശുചിചിന്തവും ആശയവ്യക്തതയോടുകൂടിയും നിലപാടുകൾ ഇനിയും സ്വീകരിക്കേണ്ടതുണ്ട്. വർഗീയത പ്രചരിപ്പിക്കാനും മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ഭരണകൂടം തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ മതനിരപേക്ഷതയിലൂന്നിയുള്ള ജനകീയ പ്രതിരോധം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. മതനിരപേക്ഷ ശക്തികളും ജനാധിപത്യ ശക്തികളും ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കണമെന്നും പഠനവും പോരാട്ടവും മുഖമുദ്രയാക്കി മുന്നോട്ടു പോകാൻ ASF പ്രവർത്തകർക്ക് കഴിയണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, മുഹമ്മദ് മൂസിൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി P കബീർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി TM സിദ്ധാർത്ഥ് നന്ദിയും പറഞ്ഞു. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക വള്ളത്തോൾ സ്മൃതി മണ്ഡപത്തിൽ നിന്നും AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, ജാഥ ക്യാപ്റ്റൻ KA അഖിലേഷിന് കൈമാറിയ പതാക CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഏറ്റുവാങ്ങി. ASF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് N സുബ്രഹ്മണ്യന്റെ വസതിയിൽ നിന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി, ജാഥ ക്യാപ്റ്റൻ K ഷിനാഫിന് കൈമാറിയ കൊടിമരം സംഘാടക സമിതി കൺവീനർ ഏറ്റുവാങ്ങി. ചിലപ്പോൾ പ്രയാസമുണ്ട്, ചിലപ്പോൾ തൊണ്ട ഇടവിട്ടുകൊണ്ട്, ചിലപ്പോൾ കണ്ണു നിറഞ്ഞിട്ടുകൊണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് ഗുണമാണെങ്കിൽ ഗുണം തന്നെ, ദൗർബല്യമാണെങ്കിൽ ദൗർബല്യം തന്നെ. അത് പറയാൻ ഞാൻ മടിക്കുന്നില്ല. AISFന്റെ ഏത് വേദിയും ഇവിടെ ആയാലും എവിടെ ആയാലും ചെല്ലുമ്പോഴെല്ലാം എനിക്കതുണ്ടാകാറുണ്ട്. AISFന്റെ പ്രവർത്തകനായി ജീവിച്ച കാലം ഏറ്റവും മനോജ്ഞമായ കാലമായി എന്നും കുറിച്ചു വച്ചിരിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായി AISFന്റെ ഭാഗമായി. അതിൽ പലരിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും പലതുമാണ്. നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും പ്രമാണിമാരും എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും AISFകാരായിരുന്നു. അതുകൊണ്ടായിരിക്കാം കേരളത്തിലേക്ക് ഞാൻ സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പുള്ള കാലത്ത് AISFന്റെ ചെറുതും വലുതുമായ ഏത് പരിപാടിയിലും വരുമോ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു സഖാക്കൾ. നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് പോകും. അങ്ങനെ പോകുമ്പോഴെല്ലാം ഇതേ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പണ്ടാരോ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാടിയിട്ടുണ്ട്, പോയ കാലം വന്നിട്ട് പോകുമ്പോൾ. AISFനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം അറിയാതെ ഞാൻ പറഞ്ഞു പോകുന്നു, പോയ ആ കാലമേ വന്നിട്ട് പോകുമ്പോൾ. ആ കാലം ഏറ്റവും തിളയ്ക്കുന്ന കാലമായിരുന്നു, ഏറ്റവും സൗന്ദര്യമുള്ള കാലമായിരുന്നു. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.